Dude, there is a lot of things that you could actually think about. And പോളി ഏവി രണ്ടെണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് ഇത് എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ മൂടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂഡ് മനസ്സിലാവുമല്ലോ. അവർ ചോദിച്ചു, ഇവർ തന്നു. എനിക്ക് തരാൻ ഒക്കൂല, ഇതും കൂടെ തന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും. പക്ഷേ ഇതിനെ എടുത്തു പറയാനുള്ള രാജുവേട്ടൻ്റെ ഡയറക്ഷനും അയാളുടെ ബ്രില്യൻസ് തലയാണ് സമ്മതിക്കേണ്ടത്. മേക്കിംഗ് പിന്നെ പറയണ രാജുവേട്ടൻ്റെ മേക്കിംഗ് അത്ര നല്ല ആവില്ല, ലൂസിഫർ അതിനേക്കാൾ ബെറ്ററാണ്. പക്ഷേ പടം എങ്ങനെയാണെന്ന് കണ്ട് ഭയങ്കര സസ്പെൻസാണ്. കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ട് സംഭവം ഒന്നും വ്യക്തമായിട്ടില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും സസ്പെൻസ് ത്രില്ലർ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തിയേറ്റർ കത്തിക്ക് ഉറപ്പാണ്. വിഷ്വൽ എഫക്റ്റൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. വെറുതെ തള്ളി മറിക്കേണ്ട കാര്യമില്ല. പടം അത്ര അന്യായ പടമാണ്. സസ്പെൻസ് ഇതുവരെ ഇൻ്റർവെല്ലായിട്ടും സസ്പെൻസ് പൊളിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം വിഷ്വൽ എഫക്റ്റൊക്കെ അടിപൊളിയാണ്. പടം എടുത്തേക്കണ വൻ പൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. ലാലേട്ടൻ പൊളി, ഒരു രക്ഷയില്ല. പക്ഷേ ഇതിനെ എടുത്തു പറയാനുള്ള രാജുവേട്ടൻ്റെ ഡയറക്ഷനും അയാളുടെ ബ്രില്യൻസ് തലയാണ് സമ്മതിക്കേണ്ടത്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം, നന്നായിട്ട് ഇല്ല. പടം കൊള്ളാം, പടം കയറ്റി പടം ഒരു രക്ഷയില്ല. സീരിയസ് ആയിട്ട് അമേസിങ്, കിടില. ഇനി സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് പറയാൻ പറ്റും. സൂപ്പറുണ്ട് ഡയറക്ടർ പൃഥ്വിരാജ്. അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഹോളിവുഡ് അത് തന്നെ. ഇല്ല പകുതി ചെയ്തേ ഉള്ളൂ. ഇനി ഇന്റർനാഷണൽ ഉള്ളൂ. രജനീകാന്ത് കൊള്ളാം. ഇതുവരെ എൻഗേജിങ് എല്ലാവരും വന്നു തുടങ്ങി. എല്ലാവരും വന്നു തുടങ്ങി. അല്ല, ഇനി ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. മേക്കിംഗ് പിന്നെ പറയണ രാജുവേട്ടൻ്റെ മേക്കിംഗ് അത്ര നല്ല ആവില്ല, ലൂസിഫർ അതിനേക്കാൾ ബെറ്ററാണ്. പക്ഷേ പടം എങ്ങനെയാണെന്ന് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പറയാം. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നതാണോ എടാ കാര്യമായിട്ട്? എടാ ഇത് എടാ മലയാളം തന്നെ ഇത്. എടാ അല്ല മലയാളം തന്നെ ഉള്ളൂ. പക്ഷേ dude, there is a lot of things that you could actually think about. And പോളി ഏവി ജോളി ജിൽ പോയി കയറി കാണ്. ഞാൻ ഇതെല്ലാം കൂടെ ഊരി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങാം. സത്യമായിട്ട് ഇത് മലയാളം പടം എനിക്ക് ഐ ഹാവ് നോ ക്ലൂ. ബട്ട് ക്രേസി ഹോളിവുഡ്. ഇത് ഹോളിവുഡ് ഒന്നുമില്ല. നമുക്ക് പുതിയ വുഡ് തുടങ്ങാം. നമുക്ക് മോളിവുഡ് ഹോളിവുഡ് ഒന്നുമില്ല. നമുക്ക് പുതിയ വുഡൊക്കെ തുറക്കാം. ഏത് അത്രയ്ക്ക് കൊള്ളാം. ഞാൻ ഒരു കാര്യം ചെയ്ത് എല്ലാം കൂടെ ഒരു തരം എന്ത് മൂടാണെന്നോ രണ്ടെണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് ഇത് എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ മൂടാണ്. മനസ്സിലായില്ലേ? എന്നും കണ്ടുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ക്രേസി. ഞാൻ ഇതും കൂടെ ഒരു തരം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ മൂഡ് മനസ്സിലാവുമല്ലോ. അവർ ചോദിച്ചു, ഇവർ തന്നു. എനിക്ക് തരാൻ ഒക്കൂല, ഇതും കൂടെ തന്നു കഴിഞ്ഞാൽ പിന്നെ അവസാനം ഞാൻ ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വരും. പക്ഷേ ഹെവി ഖുറേഷി അബ്രാം കുറച്ച് അധികം പഠിക്കേണ്ടിയിരിക്കുന്നു. വെടിക്കെട്ട് പക്കാ ക്ലാസ്, ഇടി വെട്ട് കാര്യമായിട്ട്